നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ദൈവാധീനം നല്ല രീതിയിലുണ്ട്. കർമാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്, സഹായ സ്ഥാനാധിപതിയോട് ചേർന്ന്. അത് കാരണം കൊണ്ട് തന്നെ നല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ 4-ാം ഭാവാധിപതി ലഗ്നാധിപത്യം വഹിച്ച് മീനൻ രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ജലചരതന ഭോക്ത എന്ന് പറയുന്ന യോഗമാണ്. കടൽ കടന്നു പോകാനും വിദേശത്ത് പോകാനും യോഗമുള്ള സമയമാണ്. വീട് വിട്ട് നിന്നിട്ട് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാനും അതുപോലെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ യോഗമുണ്ട്. നല്ല സഹായങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ട്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് ചൊവ്വ ഭാഗ്യാധിപതിയുടെ ശത്രുവായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതിയോ അവർക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. മാത്രമല്ല ഘടനകാരകനായിരിക്കുന്ന കേതു ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിൽ പാപയോഗം വന്നാൽ വീട് വിട്ടു നിൽക്കാനുള്ള യോഗമാണ്. അതായത് വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് ആ ഭാഗത്തൊക്കെയുള്ള വേദനയോ ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വീട് വിട്ടു നിന്നിട്ട് തൊഴിലെടുക്കാനോ അത് മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടോ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ മുഖാന്തരം ടെൻഷൻ അനുഭവിക്കാൻ യോഗമാണ്. കാരണം 4-ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ വേണ്ട രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന അഭിവൃദ്ധി ഇല്ലാത്തതുകൊണ്ട് സ്വസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടതായിരിക്കുന്ന അവസ്ഥകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം 5-ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനെ ഉച്ച ബലവാനായിട്ട് മാളവ്യയോഗം ചെയ്താണ് ലഗ്നാൽ 10-ാം ഭാവത്തിൽ ബുധനോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നാധിപതി മാളവ്യയോഗം ചെയ്ത് നിൽക്കുന്ന ശുക്രനോട് ചേർന്ന് നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് കുറച്ചൊരു അലച്ചിലും കഷ്ടപ്പാടിനും ശേഷം നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ ബുധൻ ബിസിനസ്സിൻ്റെ കാരകത്വം കൂടി ബുധൻ ഉള്ളത് കാരണം കൊണ്ട് കച്ചവട പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അധ്യാപകരെ സംബന്ധിച്ചും ധനകാര്യ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. സർവീസ് മേഖലയിലുള്ളവർക്കും ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 10-ാം ഭാവത്തിൽ അമൃതവർഷഘണ്ഡകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ട് തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ വരാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. എല്ലാ രീതിയിലും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. ചന്ദ്രലഗ്നാൽ 7-ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം സർവ്യാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ കുടുംബങ്ങളിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന അവസ്ഥകൾ, ഭാര്യയുമായിട്ട് നല്ല മാനസികമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഏതാണ്ട് ഒരു രാജയോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു മാസമാണ് പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത്. എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. 10-ാം ഭാവത്തിൽ വ്യാഴവും സൂര്യനും നിൽക്കുകയും 10-ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോവുകയും ചെയ്തത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷൻ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ബാധകാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് തന്നെ അമൃതവർഷഘണ്ഡകാരകനായിരിക്കുന്ന രാഹുവുണ്ട്. അത് കാരണം നാഗപൂജ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് പുണർദ നക്ഷത്രക്കാർക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.